الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم إنما يؤمن بآياتنا الذين إذا ذكروا بها خروا سجدا وسبحوا بحمد ربهم وهم لا يستكبرون تتجافى جنوبهم عن المضاجع يدعون ربهم خوفا وطمعا ومما رزقناهم ينفقون فلا تعلم نفس ما أخفي لهم من قرة أعين جزاء بما كانوا يعملون. ബഹുമാന്യരായ സഹോദരന്മാരെ സഹോദരികൾ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകൾ കേട്ട് മനസ്സിലാക്കി അതനുസരിച്ച് നമ്മുടെയൊക്കെ ജീവിതം ചിട്ടപ്പെടുത്തണമെന്ന് ആദ്യമായി ഉണർത്തുകയാണ്. നമ്മൾ ഈ കാണുന്ന ബാഹ്യമായ വൃത്തിയും വെടിപ്പും അതുപോലെ തന്നെ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലും വൃത്തിയും വെടിപ്പും ഉണ്ടാവണം എന്ന കാര്യമാണ് കഴിഞ്ഞ ദിവസം നമ്മൾ സൂചിപ്പിച്ചത്. എല്ലാവരും വൃത്തിയിലും വെടുപ്പിലും നടക്കാനും ശരീരവും വസ്ത്രവും നമ്മുടെ പരിസരങ്ങളും ഒക്കെ അങ്ങനെ ആവാനും ആഗ്രഹിക്കുന്ന പോലെ തന്നെ നമ്മളുടെ മനസ്സിൻ്റെ ഉള്ളിലും വൃത്തികേടുകളും പകയും അസൂയയും ഉദ്ദേശങ്ങളും തെറ്റായ ആഗ്രഹങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വൃത്തിയാക്കി വെക്കേണ്ടത് നമ്മൾ തന്നെയാണ്. മറ്റാരും അത് കാണില്ല. നമ്മുടെ വീടിൻ്റെ മുറ്റവും പരിസരവും കേടാണെങ്കിൽ അവിടേക്ക് കയറി വരുന്നവര് അത് കാണും. നമ്മുടെ ശരീരവും വസ്ത്രവും വൃത്തികേടായിട്ടുണ്ടെങ്കിലും ഇതെന്താ ഇങ്ങനെ എന്ന് ചോദിക്കും. എന്നാൽ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ള വൃത്തികേടുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയല്ലാതെ മറ്റാരും കാണുകയില്ല. അതുകൊണ്ട് അത് മനസ്സിലാക്കി വൃത്തിയാക്കി ജീവിക്കേണ്ടത് നമ്മൾ മാത്രമാണ്. ഇതുപോലെ നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന മറ്റൊരു കാര്യമാണ് ജീവിതത്തിൽ സന്തോഷമുണ്ടാവണം എന്നത്. എപ്പോഴും
കണ്ണിന് കുളിർമയാവണം. എൻ്റെ കുടുംബം, എൻ്റെ മക്കള്, എൻ്റെ താമസിക്കുന്ന വീട്, ഞാൻ ഉപയോഗിക്കുന്ന വാഹനം, ഞാൻ കഴിക്കുന്ന ഭക്ഷണം, ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലങ്ങൾ, എൻ്റെ ജീവിത പരിസരം എപ്പോഴും സന്തോഷകരമായിരിക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. അതിനുവേണ്ടി നമ്മൾ പല പണിയും എടുക്കുന്നുണ്ട്. എല്ലാം സന്തോഷമായി തീരാൻ, അതല്ലെങ്കിൽ നമുക്ക് നിരാശയാണ്. ഈ ഒരു സന്തോഷം മരണം വരെ മാത്രം പോരാ. നാളെ പരലോകത്തും ശാശ്വതമായി ജീവിക്കാനുള്ളവരാണ്. അതാണ് നമ്മളുടെ ഈമാനിന്റെ മറ്റൊരു പ്രത്യേകത. ഇവിടെ നിന്ന് മരിച്ചു പോകുവോളം സന്തോഷത്തോടു കൂടി ജീവിച്ചാൽ പോരാ. നാളെ പരലോകത്തും കണ്ണിന് കുളിർമയുള്ള ഒരു സന്തോഷ ജീവിതം കിട്ടണം. ആ സന്തോഷവും നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ തന്നെയാണ് അതുണ്ടാക്കിയെടുക്കേണ്ടത്. ഇവിടെ സന്തോഷത്തിനെതിരായി വരുന്ന എന്തെങ്കിലും ഒരു കേട് കണ്ടാൽ അത് തീർക്കാൻ ശ്രമിക്കും നമ്മളൊക്കെ. പരലോകത്തെ സന്തോഷത്തിനും കേടുണ്ടാവാൻ പാടില്ല. ഖുർആൻ 2 തരത്തിലുള്ള സന്തോഷത്തെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. 2 ഫർഹത്ത്. ചരിത്രത്തിൽ മൂസാ നബി അലൈഹി സ്വലാമിന്റെ കാലത്ത് ജീവിച്ചിരുന്ന ഖാറൂൻ എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ സന്തോഷത്തെ പറ്റി ഖുർആൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് സൂറത്തുൽ ഖസസിൽ. ഖാറൂന് വളരെ സന്തുഷ്ടനായിരുന്നു. ഖാറൂനെ പോലെ സന്തോഷിച്ചിരുന്ന ആരും ആ കാലഘട്ടത്തിൽ ജീവിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത്. ഇന്ന ഖാറൂന കാന മിൻ ഖൗമി മൂസ ഫബഗാ അലൈഹിം വആതീനാഹു മിനൽ കുനൂസി മാ ഇന്ന മഫാത്തിഹഹു ലതനൂഉ ബിൽ ഉസ്ബതി ഉലിൽ ഖുവ്വ. അദ്ദേഹത്തിന് അല്ലാഹു തആല നൽകിയ സമ്പത്തും സ്ഥാനമാനങ്ങളും കൊണ്ട് അദ്ദേഹം അമിതമായി സന്തോഷിക്കുകയും അദ്ദേഹത്തിന്റെ ഖജനാവുകളുടെ താക്കോല് ഒരു വലിയ മല്ലന്മാരായ ആൾക്കൂട്ടത്തിന് വഹിക്കാൻ മാത്രമുണ്ടായിരുന്നു എന്ന് ഖുർആൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിന്റെ വാതിലുകളുടെ താക്കോല് അദ്ദേഹത്തിന്റെ കൂടെ ഒരു വലിയ സംഘം, ശക്തന്മാരായ ഒരു സംഘം ആ താക്കോലും കൊണ്ട് മാത്രം നടന്നിരുന്നു എന്നാ പറയുന്നത്. അല്ലാഹുവിനറിയാം. ഏതായിരുന്നാലും ഈജിപ്തിൽ ഖാറൂനിന്റെ കൊട്ടാരത്തെ ഭൂമിയിലേക്ക് താഴ്ത്തിയ ആ പ്രദേശം പോയി കണ്ടവർക്കറിയാം അതൊരു വലിയ ദുരന്തം തന്നെയായിരുന്നു എന്ന്. അത്രമാത്രം വലിയ ആർഭാടവും സന്തോഷവുമുള്ള ഖാറൂനിനോട് ജനങ്ങൾ പറഞ്ഞു, ഇത് ഖാല ലഹു ഖൗമുഹു ലാ തഫ്റഹ്. അദ്ദേഹത്തിന്റെ ജനങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ അങ്ങനെയൊന്നും വഴിവിട്ട് സന്തോഷിക്കരുത്. ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ ഫരിഹീൻ. ആവശ്യത്തിലധികം സന്തോഷിക്കുന്നവരെ അല്ലാഹു തആല ഇഷ്ടപ്പെടുകയില്ല. ആ കൂട്ടത്തിൽ ജീവിച്ചിരുന്ന മൂസാ നബി അലൈഹി സ്വലാമിന്റെ വിശ്വാസികളായിട്ടുള്ള ആളുകളാണ് ഈ പറഞ്ഞതെന്ന് ഖുർആൻ മുഫസ്സിറുകൾ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. നിങ്ങൾ അമിതമായി സന്തോഷിക്കരുത്. അള്ളാഹു നിങ്ങൾക്ക് തന്ന സുഖസൗകര്യങ്ങൾ എത്ര കുറച്ചാണെങ്കിലും ഏറെയാണെങ്കിലും അത് ഉപയോഗിക്കുന്നതോടൊപ്പം അതുകൊണ്ട് ആഖിറവും കൂടി കിട്ടണം എന്ന് വിചാരിച്ചുകൊണ്ട് വേണം അള്ളാഹുവിന്റെ നിഅമത്ത് ഉപയോഗപ്പെടുത്താൻ. വലാ തൻസ നസീബക മിന ദുനിയ. ദുനിയാവിൽ അള്ളാഹു നിങ്ങൾക്ക് തന്ന ഓഹരി നിങ്ങൾ മറക്കണ്ട, അത് ഉപയോഗിച്ച് സന്തോഷിച്ചു കൊള്ളുക. പക്ഷേ ആഖിറം മറന്നു പോകരുത്. വഅഹ്സിൻ കമാ അഹ്സനല്ലാഹു ഇലൈക. അള്ളാഹു നിങ്ങൾക്ക് തന്ന നന്മ പോലെ അള്ളാഹുവിനോട് നിങ്ങൾ നല്ലത് കാണിക്കണം. വലാ തബ്ഗിൽ ഫസാദ ഫിൽ അർദി. ഭൂമിയിൽ നാശം ഒരിക്കലും നിങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കരുത്. ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുഫ്സിദീൻ. അല്ലാഹു തആല ഫസാദ് ഉണ്ടാക്കുന്ന ആളുകളെ ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറഞ്ഞപ്പോ അദ്ദേഹത്തിന് ധിക്കാരം കൂടുകയും അവസാനം അദ്ദേഹത്തിന്റെ വാക്ക് ഇങ്ങനെയായിരുന്നു, ഇന്നമാ ഊതീതുഹു അലാ ഇൽമിൻ ഇൻദി.
എന്റെ അറിവും കഴിവും കൊണ്ടാണ് എനിക്ക് ഈ സന്തോഷക്കം ഉണ്ടായത്, നിങ്ങൾ എന്നെ ഉപദേശിക്കാൻ വരേണ്ടതില്ല എന്ന് പറഞ്ഞതിന്റെ അവസാനം ആ സന്തോഷത്തിന്റെ പര്യവസാനം അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ കൊട്ടാരങ്ങളെയും ഭൂമിയിലേക്ക് ആഴ്ത്തിക്കളഞ്ഞു എന്നാണ്. അത് ഇന്നും ഒരു ദുഃഖ സ്മാരകങ്ങളായി, അതല്ലെങ്കിൽ അള്ളാഹുവിനെ മറന്ന് ജീവിക്കുന്ന ആളുകൾക്ക് ഗുണപാഠമായി ഭൂമിയിൽ അള്ളാഹു നിലനിർത്തി എന്നത് തന്നെ മനുഷ്യന്മാരെ ചിന്തിപ്പിക്കാൻ പോന്നതാണ്. അപ്പൊ അതാണ് നമ്മൾ സന്തോഷിക്കണം. അള്ളാഹു നൽകിയ സന്തോഷത്തിൽ നമ്മളും സന്തോഷിക്കേണ്ടത് അത് നല്ലത് തന്നെയാണ്. അള്ളാഹു തആല അനുഗ്രഹങ്ങളും പരീക്ഷണങ്ങളും പലതരത്തിലുള്ള രോഗങ്ങളും ദാരിദ്ര്യങ്ങളും കാലക്കേടുകളും കാലവിപത്തുകളും എല്ലാം നൽകി മനുഷ്യനെ പരീക്ഷിക്കും എന്ന് ഖുർആൻ ആവർത്തിച്ച് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. പല ദുരന്തങ്ങളും, എന്നാൽ പല സന്തോഷങ്ങളും, അറിയാത്ത സന്തോഷ സുഖ സൗകര്യങ്ങൾ, എന്നാൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത ദുരന്തങ്ങൾ. എന്നിട്ട് അള്ളാഹു പറഞ്ഞത് ഹത്താ ഇദാ ഫരിഹു ബിമാ ഊതു അഖദ്നാഹും ബഗ്തതൻ ഫൈദാഹും മുബ്ലിസൂൻ. അമിതമായി സന്തോഷിച്ചു കഴിഞ്ഞാൽ നാം നൽകിയതിൽ, അവർക്ക് നൽകപ്പെട്ടതിൽ വഴിവിട്ട് സന്തോഷിച്ചു കഴിഞ്ഞാൽ ഫലമ്മാ നസൂ മാ ദുക്കിറൂ ബിഹി ഫതഹ്നാ അലൈഹിം അബ്വാബ കുല്ലി റഹ്മ. അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളും ആരോഗ്യവും കഴിവും സമ്പത്തുമൊക്കെ പടച്ചവനെ വിട്ട് നമ്മൾ സുഖം, ജീവിതത്തിലെ ഭൗതികമായ ദുനിയാവിലെ സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി അള്ളാഹുവിനെ മറന്ന് സന്തോഷിച്ചാൽ എന്താണ് അള്ളാഹു അവർക്ക് ചെയ്തത്? ഫതഹ്നാ അലൈഹിം അബ്വാബ കുല്ലി ഷൈഇൻ. കുറച്ചുകൂടി സന്തോഷിക്കാനുള്ള സൗകര്യങ്ങൾ അള്ളാഹു അതിന്റെ വാതിലുകൾ തുറന്നു കൊടുത്തു. പഠിച്ചോ തന്നെ അനുഗ്രഹങ്ങൾ, കാശും പണവും, അതുപോലെ ആരോഗ്യം, അറിവും, ജീവിതത്തിലെ സൗകര്യങ്ങളൊക്കെ അള്ളാഹുവിനെ മറന്ന് സന്തോഷിച്ചാൽ അള്ളാഹു തആല കുറച്ചും കൂടി ഫതഹ്നാ അലൈഹിം അബ്വാബ കുല്ലി ഷൈഇൻ, എല്ലാ സന്തോഷത്തിനും ആവശ്യമായ വാതിലുകൾ ഇങ്ങനെ തുറന്നു കൊടുക്കും ഞാൻ അവന്. ഹത്താ ഇദാ ഫരിഹു, എന്നിട്ട് അവരങ്ങനെ ആ സന്തോഷത്തിൽ അങ്ങനെ മുഴുകിക്കഴിഞ്ഞാൽ അഖദ്നാഹും ബഗ്തതൻ ഫൈദാഹും മുബ്ലിസൂൻ, പെട്ടെന്ന് ഞാൻ അവരെ പിടിക്കും, അവർ അപ്പോൾ നിരാശരാകും. ഇതൊക്കെ നമ്മുടെ കൺമുമ്പിൽ ശരിക്കും ആലോചിക്കുകയാണെങ്കിൽ നമുക്ക് ബോധ്യപ്പെടുന്നത്. അപ്പൊ ഇതാണ് അല്ലാഹു തആല പഠിപ്പിച്ച ഒരു സന്തോഷം. അത് ഈ ലോകത്തെ സന്തോഷമാണ്. ഈ ഒരു സന്തോഷത്തെ പരലോകത്തേക്ക് കൂടി ഉപയോഗപ്പെടുത്തത്തക്ക വിധത്തിലുള്ള സന്തോഷമായിരിക്കണം. രണ്ടാമതൊരു സന്തോഷം ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് അള്ളാഹുവിന്റെ ആ മാർഗം അനുസരിച്ച് ജീവിക്കുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷമാണ്. ഫഅമ്മാമൻ ഊതിയ കിതാബഹു ബിയമീനിഹി ഫസൗഫ യുഹാസബു ഹിസാബൻ യസീറാ വയൻഖലിബു ഇലാ അഹ്ലിഹി മസ്റൂറാ ഇന്നഹു വന്ന അല്ലൻ യഹൂർ ബലാ ഇന്ന റബ്ബഹു കാന ബിഹി ബസീറാ. വഅമ്മാമൻ ഊതിയ കിതാബഹു വറാഅ ളഹ്രിഹി ഫസൗഫ യദ്ഉ സുബൂറാ എന്ന് അള്ളാഹു പറയുന്നുണ്ട്. വേറൊരു സന്തോഷം, പരലോകത്തെ സന്തോഷം കിട്ടുന്നൊരു മനുഷ്യൻ വലത്തെ കയ്യിൽ രേഖ, ജീവിതത്തിന്റെ രേഖ നൽകപ്പെട്ടവൻ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഈ ജീവിതം മുഴുവനും അള്ളാഹുവിന്റെ മലക്കുകൾ രേഖപ്പെടുത്തുന്നുണ്ടെന്നും ലാ യുഗാദിറു സഗീറത്തൻ വലാ കബീറത്തൻ ഇല്ലാ അഹ്സാഹാ, ചെറിയതും വലിയതും ഒക്കെ, പറയുന്നതാവട്ടെ ചെയ്യുന്നതാവട്ടെ കരുതിക്കൂട്ടി പ്രവർത്തിക്കുന്നതാവട്ടെ ഒക്കെ അള്ളാഹു തആല രേഖപ്പെടുത്തുകയും ആ രേഖ അള്ളാഹു നമ്മുടെ മുമ്പിൽ കാണിക്കുകയും ചെയ്യും. അങ്ങനെ രേഖ കയ്യിൽ, വലത്തെ കയ്യിൽ കൊടുക്കുമ്പോൾ അവൻ സന്തോഷിക്കുന്നു. അവന്റെ കൂട്ടുകുടുംബത്തിലേക്ക് പരലോകത്ത് ചെന്നിട്ട് അവന്റെ ഭാര്യയോടും മക്കളോടൊക്കെ പറയും, അവന്റെ ആളുകളോടും സുഹൃത്തുക്കളോടും പറയും, ഇതാ എന്റെ രേഖ വലത്തെ കയ്യിലാണ്, ഞാൻ സന്തുഷ്ടനാണെന്ന് പറയൂ. എങ്ങനെയുള്ള ഒരു പരലോകത്തെ സന്തോഷവും കൂടി അല്ലാഹു തആല നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഈ രണ്ട് സന്തോഷത്തിൽ രണ്ടും കൂടി കിട്ടാനാണ് റബ്ബന ആതിന ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത്തുൻ വഖിനാ അദാബന്നാർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ
ഏറ്റവും അധികം പ്രാർത്ഥിച്ച പ്രാർത്ഥന അതാണ്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന, റബ്ബേ ദുനിയാവിൽ നന്മ തരണം. ദുനിയാവിൽ നമുക്ക് സന്തോഷം വേണം, കുടുംബങ്ങളും കൂട്ടുകളും സുഹൃത്തുക്കളും നമ്മുടെ ആരോഗ്യവും ജീവിതവും എല്ലാം സന്തോഷം വേണം. അത് പഠിച്ചവനെ നീ തരണം. വഫിൽ ആഖിറതി ഹസനതൻ, ദുനിയാവിൽ മാത്രം സന്തോഷമായി കൂടാ, ആഖിറത്തിലും സന്തോഷം തരണം. വഖിനാ അദാബന്നാർ, നരകത്തിൽ നിന്ന് ഞങ്ങളെ നീ കാത്തു രക്ഷിക്കണം. ഈ രണ്ടാമത്തെ സന്തോഷം അത് പരലോകത്തിലാണ്. അതാണ് യഥാർത്ഥത്തിൽ വേണ്ടത്. പല ആളുകളും ഈ അലോകത്ത് അത്രയൊന്നും സന്തോഷം കിട്ടാതെ മരിച്ചുപോയ ആളുകൾക്ക് അള്ളാഹു പരലോകത്ത് സന്തോഷം കൊടുത്തിട്ടുണ്ടെന്ന് അമ്പിയാക്കളുടെയും ഔലിയാക്കളുടെയും ചരിത്രം പഠിപ്പിച്ചു തന്നുകൊണ്ട് ഖുർആനും നബിയും നമ്മളെ വിവരിച്ചിട്ടുണ്ട്. നോമ്പുകാരന് ഫർഹത്തുണ്ടെന്ന് പറഞ്ഞു. ലിസ്വാഇബി ഫർഹത്താൻ, നോമ്പുകാരന് സന്തോഷമുണ്ട്. രണ്ട് സന്തോഷമുണ്ട്. ഒന്ന്, നോമ്പ് തുറക്കുമ്പോൾ ഈ അലോകത്ത് കിട്ടുന്ന സന്തോഷം, വിശപ്പ് മാറുമല്ലോ, ദാഹം തീരുമല്ലോ, ആ ഭക്ഷണത്തിനോടുള്ള കൊതി അവസാനിപ്പിക്കുകയാണ്, അത് അടങ്ങുകയാണ്, ആ കൊതി തീരുകയാണ്. ആവശ്യമുള്ളത് ഉള്ളത് തിന്നുകൊണ്ട് അതൊരു സന്തോഷമാണ്. അതോടൊപ്പം പരലോകത്തേക്ക് കൂടിയുള്ള ഒരു സന്തോഷം നോമ്പ് തുറക്കുമ്പോഴുണ്ട്. അതേതാണ്? ഞാനൊരു ദിവസം അള്ളാഹുവിന് വേണ്ടി പട്ടിണി കിടന്നിരിക്കുന്നു. എൻ്റെ വീട്ടിൽ തിന്നാനില്ലാത്തത് കൊണ്ടല്ല, ഒരു ദിവസം പടച്ചവന് വേണ്ടിയാണ് ഞാൻ നോമ്പനുഷ്ഠിച്ചത്. ഇതിന്റെ കൂലി പഠിച്ചവൻ തരും എന്ന നാളേക്കുള്ള സന്തോഷം. രണ്ടാമത് ഫർഹത്താൻ, നോമ്പുകാരന്റെ രണ്ടാമത്തെ സന്തോഷം റബ്ബിനെ കണ്ടുമുട്ടുമ്പോൾ, നോമ്പ് നോറ്റതിന്റെ ആ ഒരു പുണ്യം അവൻ അനുഭവിക്കുമ്പോൾ ഈ ഒരു ഫർഹത്ത് കൂടി നമുക്ക് കിട്ടണം. നമ്മൾ നമസ്കരിച്ച് ജുമാ കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ഈ ജുമായുടെ നേരത്ത് ആവശ്യമില്ലാതെ അവിടെയും ഇവിടെയും തെണ്ടിത്തിരിഞ്ഞ് നടക്കുന്ന ആളുകളുണ്ടല്ലോ. ഞാൻ അള്ളാഹുവിന് വേണ്ടി 2 റക്അത്ത് പള്ളിയിൽ ചെന്ന് നമസ്കരിച്ച് കൂടി പോന്നല്ലോ, ഇതൊരു സന്തോഷത്തിന് വകയുള്ള കാര്യം തന്നെയാണ്. നമ്മുടെ ഇബാദത്തുകൾ, ഓരോ നമസ്കാരങ്ങളും രാത്രി സുബഹി വാങ്ക് കൊടുക്കുമ്പോൾ എഴുന്നേറ്റ് പള്ളിയിൽ വന്ന് നമസ്കരിച്ച് ഇറങ്ങിപ്പോകുമ്പോൾ അല്പം ഉറക്കവും ക്ഷീണവും ഒക്കെ സഹിച്ചാലും ഈ ദിവസം തുടങ്ങുന്നത് അള്ളാഹുവിന്റെ നാമത്തോടു കൂടിയാണല്ലോ എന്ന ഒരു സന്തോഷം നമ്മുടെ ഇബാദത്തിൽ, നമ്മുടെ ഒരു പാപത്തിൽ നിന്ന് രക്ഷപ്പെട്ടല്ലോ, ഞാനൊരു കള്ളുകുടിയനായില്ലല്ലോ, ഞാനൊരു മദ്യപാനിയായില്ലല്ലോ, ഞാനൊരു തോന്നിവാസി വ്യഭിചാരിയായില്ലല്ലോ, ഞാൻ കട്ടും കവർന്നും ജീവിക്കുന്ന ആളല്ലല്ലോ, ഞാൻ അധ്വാനിച്ച് ജീവിക്കുന്നവനാണല്ലോ. ഇതുകൊണ്ട് കിട്ടുന്ന ഒരു സന്തോഷമുണ്ട്. തിന്മകൾ ഒഴിവാക്കുന്ന, നന്മകൾ ചെയ്യുന്നത് കൊണ്ട് കിട്ടുന്ന സന്തോഷം. ആ സന്തോഷത്തിന്റെ ആ അനുഭൂതി ഒരുപക്ഷെ ഇവിടെയുള്ളതിനേക്കാളും പരലോകത്തായിരിക്കും. ഇവിടെയും അത് കിട്ടും. ഞാൻ ജനങ്ങളാൽ വെറുക്കപ്പെട്ട ഒരു തോന്നിവാസിയല്ല, അക്രമിയല്ല, ആരെയും ഞാൻ ഉപദ്രവിച്ചിട്ടില്ല. അതോടൊപ്പം മറ്റുള്ളവർക്ക് ഞാൻ സഹായങ്ങളും സൗകര്യങ്ങളും ചെയ്തു കൊടുത്തിട്ടുണ്ട്. അല്ലാഹു തആല പറഞ്ഞ കാര്യം അതാണ്. ഇന്നമാ യുഅ്മിനു ബിആയാതിന അല്ലദീന ഇദാ ദുക്കിറു ബിഹാ ഖറൂ സുജ്ജദൻ വസബ്ബഹു ബിഹംദി റബ്ബിഹിം വഹും ലാ യസ്തക്ബിറൂൻ. നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ, എൻ്റെ ആയത്തുകളിൽ വിശ്വസിക്കുന്ന ആളുകൾ താഴെ പറയുന്നവരാണ്. അവരാരാണ്? ഇദാ ദുക്കിറു ബിആയാതി റബ്ബിഹിം, അല്ലാഹുവിന്റെ ആയത്തുകൾ കേൾപ്പിക്കപ്പെട്ടാൽ അവർ ഖറൂ സുജ്ജദ, അള്ളാഹുവിന്റെ മുമ്പിൽ സുജൂദ് ചെയ്തുകൊണ്ട് വീഴും. അവർ അള്ളാഹുവിനെ അംഗീകരിക്കും, അള്ളാഹുവിന് കീഴ്പ്പെടും. പഠിച്ചവനെ, നീ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ കഴിയുന്ന മാതിരി ചെയ്യണമല്ലോ, നീ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണല്ലോ എന്ന വിനയഭാവത്തോടുകൂടി അതിന് കീഴ്പ്പെടും. വഹും ലാ യസ്തക്ബിറൂൻ, എനിക്ക് അതിന് കഴിയൂല എന്ന് പറഞ്ഞ് മാറി നിൽക്കൂല, അഹങ്കരിക്കുകയില്ല. ബാങ്ക് കേൾക്കുമ്പോൾ ജമാഅത്തിന് പള്ളിയിൽ വരാൻ കഴിയുമെങ്കിൽ എനിക്കതിന് പറ്റില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്ന മനസ്ഥിതി ചെയ്യൂല. അവൻ തോന്നിവാസങ്ങൾ ചെയ്യൂല. അവൻ ആദരിക്കേണ്ടവരെ, ബഹുമാനിക്കേണ്ടവരെ, സ്നേഹിക്കേണ്ടവരെ സ്നേഹിക്കുന്ന, കരുണ കാണിക്കേണ്ടവരോട് കരുണ കാണിക്കും. അവനാണ് വിശ്വാസി. എന്നിട്ടോ അവനെ പറ്റി പറയുന്നത്
രാത്രി സമയത്ത് കടപ്പറയിൽ നിന്ന് എഴുന്നേറ്റ് നമസ്കരിക്കുന്നവരാണവർ എന്നാണ് സുന്നത്ത് നമസ്കാരങ്ങളെ പറ്റിയായി പറയുന്നത്. 5 നേരത്തെ നമസ്കാരം മുസ്ലിം ആകണമെങ്കിൽ നിർബന്ധമാണ്. അതിനെ പറ്റിയല്ല ഈ പറയുന്നത്. 5 നേരത്തെ നമസ്കാരം ഉണ്ടെങ്കിൽ നമ്മൾ ചർച്ചയുള്ളൂ അവനെ പറ്റി ഖുർആൻ. അതല്ലെങ്കിൽ അവൻ മുസ്ലിം അല്ല. 5 നേരം കൃത്യമായി നമസ്കരിക്കാത്തവൻ മൻ തറക്ക സ്വലാത്ത മുതഅമ്മിദൻ ഫഖദ് കഫർ, അവൻ ലിസ്റ്റിൽ നിന്ന് വെട്ടിപ്പോയിട്ടുണ്ട് അല്ലാഹു തആല അവനെ. നേരെ മറിച്ച് സുന്നത്ത് നമസ്കാരങ്ങൾ തതജാഫാ ജുനൂബുഹും അനിൽ മദാജി, ഏറ്റവും കൂടുതൽ പുണ്യം ലഭിക്കുന്ന എന്നാൽ ഏറ്റവും കൂടുതൽ പ്രയാസം തോന്നുന്ന നമസ്കാരം അദ്ദേഹം അല്ലാഹു തആല ആദ്യം പറഞ്ഞു. ഏതാണത്? രാത്രി നേരം എഴുന്നേറ്റ് സുബഹിക്ക് മുമ്പ് എഴുന്നേറ്റ് തഹജ്ജുദ് നമസ്കരിക്കുന്ന ആളുകൾ. അതിന്റെ തുടർച്ചയായിട്ട് അല്ലാഹു തആല അതിന്റെ താഴെയുള്ള നമസ്കാരങ്ങൾ, നമുക്കൊക്കെ എളുപ്പമുള്ള എത്രയെത്ര സുജൂദുകളാണ് നമ്മുടെ മുമ്പിലുള്ളത്. പള്ളിയിൽ കയറിയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, പള്ളി അതെത്ര മോശപ്പെട്ട കെട്ടിടമാണെങ്കിലും എത്ര മോശമായ സ്ഥലമാണെങ്കിലും നിങ്ങൾ വീട്ടിൽ കയറിയിരിക്കുന്ന പോലെ ഇരിക്കരുത്. കയറിയാൽ 2 റക്അത്ത് നമസ്കരിക്കണം. തഹിയ്യത്തുൽ മസ്ജിദ് അതാ കെട്ടിടത്തിനോടല്ല, അള്ളാഹുവിനോടുള്ള ബാധ്യതയായി 2 റക്അത്ത് തഹിയ്യത്ത് നമസ്കരിക്കാതെ പള്ളിയിൽ നിങ്ങൾ ഇരിക്കരുത്. അതല്ല, നമസ്കാരത്തിന്റെ സമയമാണെങ്കിൽ പള്ളിയിൽ ഇരിക്കുന്നതിന് മുമ്പ് നേരെ ഫർദ് നമസ്കാരം നടക്കുന്നുണ്ടെങ്കിൽ അതിലേക്ക് വരണം. ഒരിക്കലും പള്ളി അവിടേക്ക് കയറിയാൽ നിസ്കാരം കൊണ്ടല്ലാതെ തുടങ്ങരുത്. എത്ര തഹിയ്യത്ത്, എത്ര സുന്നത്തുകൾ, ഓരോ ഫർദ് നമസ്കാരങ്ങളുടെയും മുമ്പും ശേഷമുള്ള നവാഫിലുകൾ നമ്മളിലെ ഫർദിൽ നഷ്ടപ്പെട്ട അല്ലെങ്കിൽ കേടുവന്ന കാര്യങ്ങളെ അടച്ച് അതിനെ പരിഹരിക്കാൻ വേണ്ടി കൽപ്പിച്ച നവാഫിൽ സുന്നത്ത് നമസ്കാരങ്ങൾ. ഇതൊക്കെയാണ് തതജാഫാ ജുനൂബുഹും അനിൽ മദാജി. സഹോദരങ്ങളെ, ഇതിനെയാണ് അല്ലാഹു തആല ഖുറത്തു അയ്യിൻ, നാളെ പരലോകത്ത് കണ്ണിന് കുളിർമ കിട്ടുന്ന സംഗതികളാക്കി മാറ്റിയത്. ഇവിടെ നമുക്ക് കണ്ണിന് കുളിർമ കിട്ടുന്ന ഭക്ഷ്യവസ്തുക്കള്, വസ്ത്രങ്ങള്, നമ്മൾ ഉപയോഗിക്കുന്ന വീടുകള്, വാഹനങ്ങള്, നമ്മുടെ ബന്ധങ്ങള്, സൗഹൃദങ്ങള്, പലതിനും നമുക്ക് കണ്ണിന് കുളിർമ കിട്ടുന്നുണ്ട്. അള്ളാഹു പഠിപ്പിച്ച കണ്ണിന് കുളിർമ കിട്ടുന്നത് കൂടി നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ ദുനിയാവും ആഖിറവും ഹസനത്തായി മാറും. അള്ളാഹു അതിന് നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വഅലാ മൻ ഇത്തബഅഹും ബിഇഹ്സാൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. അപ്പോൾ ഇവിടെ സന്തോഷം ലഭിക്കുന്ന പോലെ തന്നെ പരലോകത്തും സന്തോഷം കിട്ടണമെങ്കിൽ അള്ളാഹു പഠിപ്പിച്ച സൂറത്തു സജദയിൽ ഇന്ന് രാവിലെ വെള്ളിയാഴ്ച സുബഹിയിൽ ജമാഅത്ത് നമസ്കാരങ്ങളിൽ പങ്കെടുത്തവർക്കറിയാം, ഇന്നത്തെ നമസ്കാരത്തിലെ സൂറത്ത് അതാണ്, സുജൂദ് ചെയ്യുന്ന സൂറത്ത്. അവിടെ അല്ലാഹു പറയുന്നത് ഫലാ തഅലമു നഫ്സും മാ ഉഖ്ഫിയ ലഹും മിൻ ഖുർറത്തി അഅ്യുൻ ജസാഅൻ ബിമാ കാനൂ യഅമലൂൻ. അവർ പ്രവർത്തിച്ചതിന്റെ പ്രതിഫലമായി അല്ലാഹു തആല പരലോകത്ത് കൊടുക്കുന്ന കണ്ണിന്റെ കുളിർമ, പരലോകത്ത് അവന് കൊടുക്കുന്ന സന്തോഷത്തിന്റെ വലിപ്പം ഒരു മനുഷ്യനും ചിന്തിക്കാൻ പോലും കഴിയാത്തതാണ്. ആ ഒരു സന്തോഷത്തിന് അല്ലാഹു പറഞ്ഞതാണ് തതജാഫാ ജുനൂബുഹും അനിൽ മദാജി. സുന്നത്ത് നമസ്കാരങ്ങൾ, രാത്രിയിൽ എഴുന്നേറ്റുള്ള നമസ്കാരങ്ങൾ, നമസ്കാരങ്ങളുടെ മുമ്പും ശേഷവും, ഫർദിന്റെ മുമ്പും ശേഷവുമുള്ള നമസ്കാരങ്ങൾ, ദാനധർമ്മങ്ങൾ, നിർബന്ധമായ സക്കാത്ത് കൊടുക്കാത്തവനെ അല്ലാഹു തആല മുസ്ലിങ്ങളോടുള്ള ഉപദേശത്തിൽ പെടുത്തുന്നില്ല, അവൻ മുസ്ലിം അല്ല. നേരെമറിച്ച് അതിന്റെയും അപ്പുറത്ത് ആവശ്യമുള്ള സന്ദർഭങ്ങളിൽ ദാനധർമ്മങ്ങൾ ചെയ്യാൻ മടിക്കാത്ത ആളുകൾ, പ്രാർത്ഥനകൾ മടിക്കാത്ത ആളുകൾ, ദിക്റുകളും തസ്ബീഹുകളും നിർബന്ധമായിട്ടുള്ളത് ചിലതുണ്ട്. അതിന്റെ പുറമെ അദ്കാറുകളും തസ്ബീഹുകളും കൊണ്ട് ജീവിതത്തെ ധന്യമാക്കുന്നവർ, അതാണ് فلا تتجافى جنوبهم عن المضاجع يدعون ربهم خوفا وطمعا. പ്രതീക്ഷയോടുകൂടി എന്നാൽ ഭയത്തോടുകൂടി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ. രണ്ടാമത്തേത് പിന്നെ
നാം അവർക്ക് നൽകിയതില്ലെന്ന് ഉള്ളത് കൊണ്ട് ചെലവഴിക്കാൻ മടിക്കാത്ത ആളുകൾ, അവനവനെ കൊണ്ട് ഉള്ളത് കൊണ്ട് എന്തെങ്കിലും ചെറിയതാവട്ടെ വലിയതാവട്ടെ പാവപ്പെട്ട മനുഷ്യന്മാർക്കും ആവശ്യക്കാർക്കും ചെലവഴിക്കാൻ മടിക്കാത്ത ആളുകൾ. അതുകൊണ്ട് സഹോദരന്മാരെ, ഈ ഒരു സന്തോഷം, ഈ ഒരു സുഖജീവിതം നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ തന്നെ അവിടെയും സുഖജീവിതം കിട്ടണമെങ്കിൽ അള്ളാഹു കൽപ്പിച്ച ഫറദുകൾക്ക് പുറമെ സുന്നത്ത് ആയിട്ടുള്ള ഐച്ഛികമായിട്ടുള്ള കർമ്മങ്ങൾ, നമസ്കാരങ്ങളാവട്ടെ, ദാനധർമ്മങ്ങളാവട്ടെ, മറ്റു നന്മകളാവട്ടെ, മനുഷ്യരോട് ചെയ്യുന്ന ഉപകാരപ്രദമായ മനുഷ്യർക്ക് വേണ്ടി, രാജ്യത്തിന് വേണ്ടി, നാടിന് വേണ്ടിയുള്ള ഉപകാരങ്ങളാവട്ടെ, അതോടൊപ്പം പ്രാർത്ഥനകളും കാര്യങ്ങളൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തണം. എങ്കിലേ ഈ സന്തോഷം നമുക്ക് ഈ ലോകത്തെന്ന പോലെ പരലോകത്തും ലഭിക്കുകയുള്ളൂ. ആ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെല്ലാം ഉൾപ്പെടുത്തുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ പാപങ്ങൾ വിട്ടുപുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. രോഗികളും കഷ്ടപ്പെടുന്നവരുമായ ധാരാളം ആളുകളുണ്ട്. അവർക്കെല്ലാം അള്ളാഹു തആല ശമനവും ശിഫയും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മനപ്രയാസങ്ങളും ദുഃഖങ്ങളും വേദനകളും കടിച്ചേർക്കുന്നവർക്ക് അള്ളാഹു തആല മനസമാധാനവും ക്ഷമയും സന്തോഷവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരിച്ചുപോയ മാതാപിതാക്കൾക്കും സുഹൃത്തുക്കൾക്കും കൂട്ടുകുടുംബങ്ങൾക്കും അള്ളാഹു തആല മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.